നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും, അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇയർ എൻഡിങ് സെയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് സ്മാർട്ട് ഫോണുകളുടെ ഡീൽസും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് സ്പെസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ കുറച്ച് ഡീൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി S22 എന്ന് പറയുന്ന മോഡലിന് കുറച്ച് ഡീൽസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 49,990 രൂപയാണ്. ഇപ്പോഴത്തെ കറണ്ട് ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഓൾമോസ്റ്റ് പ്രൈസാണ് ഞാൻ പറയുന്നത്. 37,990 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു മോഡലായിരിക്കും ഈ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി S22 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അത്യാവശ്യം ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു വർഷം ലോഞ്ച് ചെയ്ത സാംസങ്ങിൻ്റെ ആ ഒരു S23 ലൈനപ്പ് ഉണ്ടല്ലോ, അതിലെ ആ ഒരു ബേസ് മോഡലായുള്ള സാംസങ് S23 എന്ന് പറയുന്ന മോഡലിനും അതിനും ഡിസ്കൗണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 74,000 രൂപ അടുത്താണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ആമസോണിൻ്റെ കൂപ്പണും കാര്യങ്ങളുണ്ട്, 5,000 രൂപ അതിൻ്റെ കൂപ്പണും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബാങ്ക് ഡിസ്കൗണ്ടായിട്ട് 5,000 രൂപ വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 64,990 രൂപയ്ക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് S23 അൾട്ര വേണമെങ്കിൽ അതിനും ഓഫറും കാര്യങ്ങളുണ്ട്. നമ്മുടെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,24,990 രൂപയാണ്. ആ ഒരു 24,000 രൂപ കുറഞ്ഞിട്ട് ഏകദേശം നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും 2,500 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. അത് ചെറിയൊരു എമൗണ്ട് ഒരു ഡിസ്കൗണ്ട് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. അടുത്തായിട്ട് ഗൂഗിൾ പിക്സൽ സീരീസിലും കുറേയധികം ഡിസ്കൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് പിക്സൽ 8ന് നല്ലൊരു ഡീലും കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്, താല്പര്യം ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്കിലും ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 75,990 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് 16,990 രൂപ അടുത്ത് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഇതിൻ്റെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നിങ്ങൾക്ക് 59,000 രൂപ അതിന് താഴെയൊക്കെ ഈ ഒരു പിക്സൽ 8 എന്ന് പറയുന്ന മോഡൽ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് വർത്തായിട്ടുള്ളൊരു മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ പിക്സൽ 8 പ്രോ എന്ന് പറയുന്ന മോഡലിലും ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് 1,13,990 രൂപയാണ് എൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ട് ആയിട്ട് 17,000 രൂപ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 96,990 രൂപയ്ക്ക് ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത പിക്സൽ 7 സീരീസിലും നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പിക്സൽ 7 പ്രോ നോക്കുകയാണെങ്കിൽ 67,990 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഡീൽ പ്രൈസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് 60,990 രൂപയാണ്. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 58,990 രൂപയ്ക്ക് ഈ ഒരു പിക്സൽ 7 പ്രോ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിക്സൽ 7 വേണമെങ്കിൽ അതിനും ഡീലും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഏകദേശം നിങ്ങൾക്ക് 43,990 രൂപയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഡീൽ പ്രൈസ് ആയിട്ട് നമുക്ക് 40,990 രൂപയാണ് വരുന്നത്. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നതാണ് നമുക്ക് 38,990 രൂപ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിൽക്കുന്ന ആ ഒരു പിക്സൽ 7 വേണമെങ്കിൽ അതിനും ഡീലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ്. ഇതിൻ്റെ ആ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 32,990 രൂപയ്ക്ക് പിക്സൽ 7 ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വർഷം ലോഞ്ച് ചെയ്ത നത്തിങ് ഫോൺ 2നും നമുക്കിപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും നമ്മുടെ 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റ് മോഡലിൻ്റെ പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 44,990 രൂപയാണ്. ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 41,990 രൂപയാണ്. ബാങ്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് 7,000 രൂപയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആ എല്ലാ ഡീൽസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു പ്രൈസ് എന്ന് പറയുന്നതാണ് 34,990 രൂപ. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തായുള്ള ഒരു മോഡലാണ് ഈ ഒരു നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. അതുപോലെ മോട്ടോൻ്റെ സൈഡിൽ നിന്നുള്ള 2 സ്മാർട്ട് ഫോണുകൾക്കും ഡീലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മോട്ടോ Edge 40 എന്ന് പറയുന്ന ആ ഒരു മോഡലിന് ഇപ്പോൾ നല്ലൊരു പ്രൈസും കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 29,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡീൽ പ്രൈസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് 26,490 രൂപയാണ്. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 24,490 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലെവലിൽ മോട്ടോൻ്റെ വാങ്ങാൻ പറ്റിയ ഒരു മോഡലായിരിക്കും മോട്ടോ G54 എന്ന് പറയുന്ന മോഡൽ. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ്. ഡീൽ പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത് 13,990 രൂപയാണ്. 1,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഏകദേശം 12,990 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മോഡൽ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. IP റേറ്റിംഗ് കാര്യങ്ങളും അതുപോലെ അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ബാറ്ററി കാര്യങ്ങളും അങ്ങനത്തെ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ട് ലോഞ്ച് ചെയ്തൊരു മോഡലാണ് റിയൽമിയുടെ GT2 Pro എന്ന് പറയുന്ന ഒരു മോഡൽ. അതിനും നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കിടിലൻ സ്മാർട്ട് ഫോണാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 35,990 രൂപയ്ക്കാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 29,990 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. OnePlusൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2 സ്മാർട്ട് ഫോൺസ് ആണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത OnePlus 10 എന്ന് പറയുന്ന മോഡൽ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ കാര്യങ്ങളല്ല. എങ്കിലും ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ടിൽ വന്നിരിക്കുന്ന പ്രൈസിൽ വെച്ച് നോക്കുന്ന സമയത്ത്
എന്തുകൊണ്ടും ഓക്കെ ഉള്ളൊരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 34,990 രൂപയാണ്. അതുപോലെ നമുക്ക് ആമസോണിൻ്റെ കൂപ്പണും കാര്യങ്ങളും വരുമ്പോൾ 7,000 രൂപ ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് ഡിസ്കൗണ്ടായിട്ട് 3,000 രൂപ വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 24,990 രൂപയാണ്. അതിന് എന്തുകൊണ്ടും ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു OnePlus 10R എന്ന് പറയുന്ന മോഡൽ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വേറൊരു മോഡലാണ് OnePlus Nord CE3 എന്ന് പറയുന്ന ആ ഒരു 5G സ്മാർട്ട് ഫോൺ. ഇത് ഏകദേശം നമുക്ക് 26,990 രൂപയാണ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് 24,990 രൂപയാണ്. 2,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം 22,990 രൂപയ്ക്ക് ഈ ഒരു OnePlus Nord CE3 5G എന്ന് പറയുന്ന മോഡൽ ബൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഡീലിംഗ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ബിഗ് ബില്യൺ ഡേയുടെ സമയത്തും അല്ലെങ്കിൽ ആമസോണിൻ്റെ ഗേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ടൈമിലൊന്നും സ്മാർട്ട് ഫോൺസ് ഓഫറിനും ബൈ ചെയ്യാൻ പറ്റിയില്ല. വലിയ ഓഫറും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഓഫറും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ എല്ലാ മോഡൽസിലും കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു ടൈം നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ബൈ ചെയ്യാൻ നോക്കുക ഈ ഒരു പറഞ്ഞ മോഡൽസും കാര്യങ്ങളും. എന്തുകൊണ്ടും ഭർത്താവുള്ള മോഡൽസാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.